إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل سبحان ربي هل كنت إلا بشرا رسولا സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായും രണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെയും സ്വഹാബിമാരുടെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം സ്വീകരിക്കേണ്ട വളരെ വ്യക്തമായ രണ്ട് നിലപാടുകളാണ്. ഒന്ന്, ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക എന്നുള്ളത്. അതിന് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹ്ശറിൽ വെച്ച് അള്ളാഹു 3 വിഭാഗം ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരു ഹദീസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. രണ്ടാമത്തേത് ഇഖ്ലാസുമായി ഇത്തിബാഉമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് ദൂരെ നിൽക്കുന്ന തൻ്റെ അസ്ഹാബുകളെ, തൻ്റെ ഉമ്മത്തുകളെ കാണുമ്പോൾ അവർ എൻ്റെ ഉമ്മത്തുകളാണ് എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, നിനക്കറിയില്ല നിനക്ക് ശേഷം അവർ ദീനിൽ പല പുതിയ കാര്യങ്ങളും കടത്തിക്കൂട്ടി ദീനിനെ വികലമാക്കിയിട്ടുള്ളവരാണ് അവർ എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിച്ച കാര്യം. വളരെ പ്രധാനമായി രണ്ട് കാര്യം നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഒന്ന്, നമ്മുടെ ദീൻ ശരിയാവണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ഇഅ്തിഖാദ് വിശ്വാസത്തിലും നമ്മുടെ അമൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സിദ്ഖ് അതിനോട് നീതി പുലർത്തുന്നതിലും പ്രവാചകനെ ഇത്തിബാഴ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്.
ഇങ്ങനെ നിർവഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമേ നിർവഹിക്കുവാൻ പാടുള്ളൂ. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടനുബന്ധിച്ചുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തു കൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. പക്ഷേ സലാം മടക്കിയില്ല. ഇത് സാധാരണ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് സ്വഹാബികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുകയും മടക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രാധാന്യപൂർവം വലിയ കാര്യമായി പരിഗണിക്കുന്നതാണ്. ഇത് വലിയ ആശ്ചര്യമായി ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ഉസ്മാനിനോട് ഞാൻ സലാം പറഞ്ഞിട്ട് സലാം മടക്കിയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും രണ്ടുപേരും കൂടി തിരിച്ചു വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് സംഗതി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഉമർ എൻ്റെ അടുത്തുകൂടെ നടന്ന് വന്ന് പോയിട്ടുമില്ല. അദ്ദേഹം എന്നോട് സലാം പറഞ്ഞിട്ടുമില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയാണ്, എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം? മാഹുവ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, തൂഫിയ തവഫല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിൽ നിന്ന് കൊണ്ടുപോയി, വഫാത്തായി കഴിഞ്ഞു. ഖബ്ല അൻ നസ്അലഹു അൻ നജാത്തിൽ അംർ അൻ നജാത്തി ഹാദൽ അംർ. അദ്ദേഹത്തോട് രക്ഷയുടെ മാർഗം, സ്വർഗപ്രവേശനത്തിന്റെ മാർഗം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ മാർഗം എന്താണ് എന്ന് കൃത്യമായി ചോദിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് സഅൽതുഹു അൻ ദാലിക. അതാണ് പ്രശ്നമെങ്കിൽ ആ കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. ഫഖംതു ഇലൈഹി. ഞാൻ നബിയുടെ അടുക്കലേക്ക് ചെന്നു. വഖുൽതു ലഹു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി. അത് അവരുടെ പ്രയോഗമാണ്, വളരെ സന്തോഷത്തോടും സ്നേഹത്തിന്റെയും പ്രകടനം. എൻ്റെ ഉമ്മയാണ്, ഉപ്പയാണ് നിങ്ങൾ. അൻത അഹഖു ബിഹാ. അങ്ങ് ഈ കാര്യം പറഞ്ഞു തരാൻ എനിക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മൻ ഖബില മിന്നി അൽ കലിമത്തല്ലതി അറദതു അലാ അമ്മി ഫറദ്ദഹ. ഏതൊരു കാര്യം എൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച ഒരു കലിമത്തുണ്ട്, ഞാൻ വെച്ച കലിമത്ത്. ആ കലിമത്തിനെ ആരാണോ സ്വീകരിക്കുന്നത്, അതിനെ ആരാണോ ഏറ്റെടുക്കുന്നത്, ഫഹിയ ലഹു നജാത്തുൻ. അതാണ് അവനുള്ള വിജയത്തിന്റെ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, എളാപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ഉഹജ്ജു ബിഹി ഇൻദല്ലാഹ്. അങ്ങക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ന്യായം പറയാലോ. അത്രമാത്രം എനിക്ക് വേണ്ടി അങ്ങ് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി.
ആ അമലുകളൊക്കെ ഒന്ന് സ്വീകരിച്ചു കിട്ടാൻ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അങ്ങയുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാം. അബൂ താലിബിന്റെ എളാപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ അമലുകളുണ്ട്. ആ അമലുകൾ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ എനിക്ക് ആവശ്യപ്പെടാലോ എന്ന് ഞാൻ പറഞ്ഞത്, ആ വാക്ക് ആരാണോ ഏറ്റെടുക്കുന്നത്, ആ കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് ആരാണോ ജീവിക്കുന്നത്, അവർക്ക് രക്ഷയുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ 2-3 കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം സ്വഹാബികൾക്ക് ലഭിക്കേണ്ട ഒരു വിവരം അള്ളാന്റെ റസൂലിനോട് ചോദിക്കുവാനുള്ള അവസരമില്ല എന്ന് സ്വഹാബത്ത് പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ റസൂല് വിട പറഞ്ഞു പോയല്ലോ, എനിക്ക് ആ കാര്യം ചോദിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, റസൂലിനോട് എന്തും ചോദിക്കാമെന്നും റസൂലെല്ലാം അറിയുന്നു എന്നും വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ഈ ഹദീസ് എങ്ങനെയാണ് അവർക്ക് പാഠം നൽകേണ്ടത്, എന്ത് സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മനസ്സാ വാചാ കർമ്മണ, ഇൽമു കൊണ്ടും അതുപോലെ തന്നെ അമല് കൊണ്ടും സിദ്ഖ് കൊണ്ടും, ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും വിജയമുണ്ടാകും. ആ കാര്യത്തിന്റെ വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെയ്തിട്ടില്ല, സ്വഹാബാ കിറാം ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് 2 ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്ക് സംഭവിക്കുകയുള്ളൂ, ഇലാഹ് അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്താൽ അതൊരിക്കലും തൗഹീദിന് വിരുദ്ധമാവുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പൊന്തി നിൽക്കുന്ന എല്ലാ ഖബറുകളെയും തട്ടി നിരപ്പാക്കണം, ഉയർന്നു നിൽക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും പൊളിച്ചു മാറ്റണം, തകർക്കണം. അങ്ങനെ എല്ലാ ഖബറുകളെയും, പ്രത്യേകമായ ഖബറുകളെ മുഴുവനും നിരപ്പാക്കണമെന്നും എല്ലാ വിഗ്രഹങ്ങളെയും നശിപ്പിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയാണ്. എല്ലാം പരിശുദ്ധമായി കഅബ വിഗ്രഹങ്ങളിൽ നിന്നും അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ പോരാടിയിരുന്നത് ഇതുവരെ വിഗ്രഹങ്ങൾക്കെതിരും ഇതുപോലെ പുണ്യം നൽകപ്പെടുന്ന ഖബറുകൾക്കെതിരുമായിരുന്നു. അത് രണ്ടും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തോട് ഈ കാര്യം പറയേണ്ടതുണ്ട്. അല്ലയോ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഞങ്ങളിതാ കഅബ ജയിച്ചടക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നു, അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലതും പറഞ്ഞോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ദുആ, അല്ലെങ്കിൽ ഒരു സഹായം തേടൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയൽ മക്ക വിജയ സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണപ്പെട്ടു പോയിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മരണത്തോടുകൂടി ഈ ലോകവുമായുള്ള ബന്ധം വേർപെട്ടു പോവുകയാണ്. അവർക്ക് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല, നമ്മൾ അവരോട് സഹായം തേടാൻ പാടില്ല എന്ന സന്ദേശമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാതൃകയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഹുനൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹുനൈനിലേക്ക് പോവുകയാണ് യുദ്ധത്തിന് വേണ്ടി. മക്കയിൽ വിജയിച്ച ആ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളായിട്ടുള്ള ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും
രണ്ടിലാഹുകളില്ല, ഒന്നിലധികം ഇലാഹുകളില്ല, ഒരേ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്വഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നമുക്ക് യുദ്ധത്തിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു മരത്തിന്റെ ബർക്കത്ത് എടുക്കണം, അതുകൊണ്ട് അങ്ങനെ അവർക്കൊക്കെ ഒരു കൊളുത്തുവരമുള്ളതുപോലെ വാളുകളും ആയുധങ്ങളും കൊളുത്തി വെച്ച് ബർക്കത്തെടുക്കാൻ മരങ്ങളുള്ളതുപോലെ നമുക്കും ഒരു മരത്തെ വെച്ച് നിശ്ചയിച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ആവശ്യപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇതെന്താണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്? ഇസ്രായേലിയർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ട അതേ ആവശ്യമാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇസ്രായേലിയർ ആവശ്യപ്പെട്ടത് മൂസാ നബി അലൈഹിസ്സലാമിനോട്? ഇജ്അൽനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഇലാഹുകൾ ഉള്ളതുപോലെ, നേർക്ക് നേരെ കാണാൻ പറ്റുന്ന, കണ്ട് അദ്ദേഹത്തോട് അവനോട് ചോദിക്കാൻ പറ്റുന്ന, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇലാഹുകളെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ആ ചോദ്യത്തിന്, ആ അപേക്ഷയ്ക്ക് തുല്യമാണ് നിങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ സന്ദർഭോചിതമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദൃശ്യം അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ കാര്യങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ നിവർത്തിച്ചു തരാൻ, അവിടത്തോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇമാം ബൂസൂരി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? യാ അക്രമൽ ഖൽഖി മൻ മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. വളരെ കേൾക്കാൻ മധുരമുള്ള, നല്ല കാവ്യ ഭംഗിയുള്ള, സാഹിത്യ ഭംഗിയുള്ള പ്രസിദ്ധമായ ബുർദബൈത്തിൽ പറയുകയാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആദരണീയനായ പ്രവാചകരെ, മാലി മൻ അലൂദു ബിഹി, എനിക്ക് അങ്ങയോടല്ലാതെ ആരിലേക്കാണ് ഞാൻ അഭയം തേടേണ്ടത്? സിവാക്ക, അങ്ങയല്ലാതെ, ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി, വ്യാപകമായ കാലവിപത്തുകൾ, നാശങ്ങൾ, അപകടങ്ങൾ വന്നിറങ്ങുന്ന സമയത്ത് അങ്ങയോടല്ലാതെ പരാതിപ്പെടുവാൻ, സഹായം തേടുവാൻ, പ്രാർത്ഥിക്കുവാൻ അങ്ങയല്ലാതെ എനിക്കാരാണുള്ളത്? ഇല്ലം തകുൻ ഫീ മആദി ആഖിദം ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ലതൽ ഖദമി. അങ്ങ് എന്റെ കൈപിടിച്ചില്ലെങ്കിൽ, ഞാനൊരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് എന്റെ കൈപിടിച്ച് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ, അത് അങ്ങ് എന്നോട് ആ ഔദാര്യം കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാൻ സാധിക്കുക? യാ സല്ലതൽ ഖദമി, എന്റെ കാല് വഴുതി വീണ് ഞാൻ നാശത്തിലേക്ക് പതിക്കുക എന്നല്ലാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതുഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. അങ്ങയുടെ ഔദാര്യമാണ്, അങ്ങയുടെ ദാനമാണ് അദ്ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും, വദറതുഹാ, അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രവാചകരെ അങ്ങയുടെ ഔദാര്യമാണ്, വമിൻ ഉലൂമിക, അങ്ങയുടെ വിജ്ഞാനമാണ്, ഇൽമുൽ ലൗഹി വൽ ഖലം, ലൗഹുൽ മഹ്ഫൂദിൽ എന്തെല്ലാം ഇൽമുകളുണ്ടോ, അള്ളാഹുവിന്റെ പേന കൊണ്ട് ആ സുഹുഫിൽ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ, ആ എഴുതി വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നത് പോലെ ഗൈബ് അങ്ങേക്കറിയാം, അതുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ തേടുകയാണ് എന്ന് ഉസൂരി ഇമാം തന്റെ ബുർദയിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരവസ്ഥ, ഇങ്ങനെ ഒരു സ്വഭാവം, ഇങ്ങനെ ഒരു പ്രവാചകൻ, ഇങ്ങനെ ഒരു അവസ്ഥ സ്വഹാബികൾ അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നില്ല, അവരുടെ നിലപാടിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് സങ്കടപ്പെടുന്നത്.
നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. വിജയത്തിന്റെ മാർഗം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. അത് അന്വേഷിക്കാൻ സമയം കിട്ടാതെ അള്ളാന്റെ റസൂൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ എന്ന വിഷമത്തിൽ പരിസര ബോധം പോലും നഷ്ടപ്പെട്ട, തന്റെ അരികെ കൂടി നടന്നു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാനോ അദ്ദേഹത്തിന്റെ സലാം കേൾക്കാനോ പോലും സാധിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലായി എന്ന് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ കലിമത്തു തൗഹീദ് ആ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് നജാത്തു യൗമുൽ ആഖിർ, പരലോകത്ത് വിജയം നേടാനുള്ള മാർഗമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിൽ നിന്ന് തെറ്റിപ്പോയവരാണ് മുൻകഴിഞ്ഞിട്ടുള്ള ആളുകൾ. അവരെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ക്രിസ്ത്യാനികൾ അവരുടെ അവസ്ഥ എന്താണ്? നസാറ യഅമലൂന, അവർ അമൽ ചെയ്യുന്നു. ബിമാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത കാര്യങ്ങൾ. ഈസാ നബി അലൈഹിസ്സലാം ആരാണ്? ഈസാ നബിയെ അല്ലാഹു എന്തിനാണ് നിയോഗിച്ചത് എന്നവർക്കറിയില്ല. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ഇലാഹായി ആരാധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അൽ യഹൂദ് എന്നാൽ യഹൂദികളോ യഅമലൂന യഅലമൂന, അവർക്ക് കാര്യങ്ങൾ അറിയാം. കാരണം എന്താണ്? തൗറാത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്നും ആ പ്രവാചകനെ പിൻപറ്റണമെന്നും തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിയരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്കറിയാം. എന്നാൽ വലാ യഅമലൂൻ, അതനുസരിച്ചുകൊണ്ട് അവർ അമൽ ചെയ്യുന്നില്ല. മറ്റൊരു വിഭാഗം ആളുകൾ അൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളാണ്. അവരുടെ മനസ്സിൽ മറ്റൊന്നും, അവരുടെ ജീവിതത്തിൽ മറ്റൊന്നുമാണുള്ളത്, കപടമായ നിലപാടാണുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ നജാത്ത് ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ വിജയം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വ്യക്തമാക്കുകയാണ്. വഹബ് ഇബ്നു മുനബ്ബഹ് എന്ന അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്ന് വഹബിനോട് ചോദിക്കപ്പെട്ടു. ഖാല, വഹബ് പറഞ്ഞു, ബലാ, അതെ, വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ വലഹു അസ്നാൻ, ഏതൊരു താക്കോലിനും അതിന് ആ ഏതൊരു സാധനമാണോ തുറക്കേണ്ടത് അതിന്റെ പൂട്ടിനനുസരിച്ചു കൊണ്ടുള്ള പല്ലുകൾ ഉണ്ടാകും. ആ പല്ലുകളുള്ള വലഹു അസ്നാൻ, ഫഇൻ, ആ താക്കോൽ എടുത്താൽ ബിമിഫ്താഹിൻ, അതനുസരിച്ച് കൊണ്ട് തുറന്നാൽ ലഹു അസ്നാനുൻ ഫുതിഹ, ആ സാധനം തുറക്കപ്പെടും. ഏതൊരു പൂട്ടിനും ആ പൂട്ട് തുറക്കേണ്ടതായ പല്ലുകൾ താക്കോലിനുണ്ടാകും. ആ താക്കോൽ കൊണ്ട് ഉപയോഗിച്ച് മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അത് ഏത് രൂപത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിന്റെ രീതി എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവേണ്ടത്, അതിനോടെങ്ങനെയാണ് നമ്മുടെ സിദ്ഖ് പുലർത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് പ്രവാചകനെ നമ്മൾ സമീപിക്കണം. അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള നിലപാട് നമ്മൾ ഉണ്ടാക്കണം. ഖുർആനിനോട് ആ നിലപാട് സ്വീകരിക്കണം. നമ്മുടെ അമലുകളോട് ആ രീതി പുലർത്തണം. നമ്മുടെ ഈമാനിനോട് ആ രീതി പുലർത്തണം. അതനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഈമാനിന്റെ പൂട്ട് തുറക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ അമലുകളുടെ പൂട്ടുകളെ തുറക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ പൂട്ടുകളെ തുറക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനപ്പുറം അതിനെ മാറ്റിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? വൽ ഗുലുവ ഫിദ്ദീൻ, ദീനീ കാര്യങ്ങളിൽ എന്തൊരു കാര്യമായിരുന്നാലും അതിരി വിട്ടു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ള സമുദായം മുഴുവനും ഏതൊരു പ്രവാചകന്റെ കീഴിൽ വന്നുവോ ആ പ്രവാചകന്റെ അനുയായികൾ വഴിപിടച്ചു പോകാനുണ്ടായിട്ടുള്ള കാരണം മതത്തിൽ അതിര് കവിഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട്
അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഈ ബുർദക്കാര് പുകഴ്ത്തിയതുപോലെ മറ്റു ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെട്ട് പുകഴ്ത്തുന്നത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ നിന്നും മാറ്റി ഉയർത്തി അള്ളാഹുവിന്റെ ഇലാഹിന്റെ പദവിയിലേക്ക് ഉയർത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്താൻ പാടില്ല. മറിച്ച് നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ ഒരു ദാസനാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ദാസനായ പ്രവാചകരെ എന്നാണ്. വറസൂലുഹു, അള്ളാഹുവിന്റെ ദൂതനായ റസൂലായ പ്രവാചകരെ എന്നാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് രൂപത്തിലാണോ അള്ളാന്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, ആ റസൂലിനോട് നമ്മൾ എങ്ങനെയാണോ മുഹബ്ബത്ത് വെക്കേണ്ടത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണോ നമ്മൾ ഇത്തിബാഅ് ചെയ്യേണ്ടത്, അത് ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്ന് വെടിച്ചു പോയിട്ടുള്ള മുൻഗാമികളുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഒരു ദിവസം 5 നേരത്തെ നമസ്കാരത്തിൽ 17 പ്രാവശ്യം ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നേരായ വഴിയിൽ നീ ആക്കണമേ അല്ലാഹ്. അതാരുടെ വഴിയാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴിയിലാണ്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ വഴിയിലല്ല. വലദ്ദാലിൻ, വഴി പിഴച്ചു പോയിട്ടുള്ള ആളുകളുടെ വഴിയിലുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. സഹാബികൾ ചോദിച്ചു, ആരാണ് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവർ? ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി പിഴച്ചു പോയിട്ടുള്ളവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് അത് ജൂത നസാറാക്കളാണ് എന്നാണ്. നിരവധി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു കൊടുത്ത് ഒരു സമുദായം എന്ന നിലകൾ വളർത്തിക്കൊണ്ടുവന്ന ആ സമുദായത്തിൽ സംഭവിച്ച പ്രവാചകന്മാരോടുള്ള ധിക്കാരവും ദീനിനെ മാറ്റിമറിക്കലും സംഭവിച്ചതിന്റെ ഫലമായി അവർക്കുണ്ടായിട്ടുള്ള നാശത്തെ സംബന്ധിച്ചാണ്, അള്ളാഹു അവരോട് കോപിച്ചതിനെ സംബന്ധിച്ചാണ്, അള്ളാഹു അവരെ വഴികേടിലാക്കിയതിനെ സംബന്ധിച്ചാണ് ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. നമ്മുടെ അമലുകൾ ഇത്തിബാഉർ റസൂൽ, പ്രവാചകനെ ഇത്തിബാഅ് പിൻപറ്റി ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.